ഹരേ കൃഷ്ണ. ഇന്ന് ലക്ഷ്മി ദേവിക്ക് അഭിഷേകം നടത്തിയതാണ് ഈ കാണിക്കുന്നത്. രാവിലെ ദേവിയുടെ ചെറിയൊരു വിഗ്രഹമുണ്ട്. അതിന് നെയ്ദീപ ആരതി നൽകി. നെയ്ദീപ ആരതി നൽകിയതിന് ശേഷമാണ് ഞാൻ പാൽ വെച്ച് അഭിഷേകം ചെയ്തത്. പാലഭിഷേകവും തേനും പനിനീരും ജലവുമാണ് ഇന്ന് അഭിഷേകത്തിന് എടുത്തിട്ടുള്ളത്. ദേവിയുടെ വിഗ്രഹത്തിൽ പാൽ വെച്ച് അഭിഷേകം ചെയ്തു. നാമം ചൊല്ലിക്കൊണ്ട്, ദേവിയുടെ നാമം ചൊല്ലിക്കൊണ്ട് പാലഭിഷേകം ചെയ്തു. ഈ ഓരോ അഭിഷേകം ചെയ്തതിന് ശേഷവും ധൂപ ആരതി നൽകി കുങ്കുമവും ചന്ദനവും പൊട്ടും ഇടും. ഓരോ ആരതിയിലും, അതായത് പാലഭിഷേകത്തിന് ശേഷം ആ അഭിഷേകത്തിൽ ദേവി ഇരിക്കുന്ന സമയത്ത് തന്നെ നെയ്ദീപ ആരതി നൽകി, ധൂപ ആരതി നൽകി അമ്മയ്ക്ക് കുങ്കുമവും ചന്ദനവും ചാർത്തും. അതിനുശേഷം അടുത്ത വസ്തു എന്താണോ അത് വെച്ച് നമ്മൾ പിന്നെയും അമ്മയെ ധാര ചെയ്യും. അതിനുശേഷവും ധൂപ ആരതി നൽകി കുങ്കുമവും ചന്ദനവും പൊട്ടുതൊടും. ഇതെനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ ഈ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ എനിക്ക് ഇത് എടുക്കലും രണ്ടും കൂടെ നടക്കുന്നില്ല. അപ്പം തേൻ വെച്ച് അഭിഷേകം ചെയ്തതിന് ശേഷം ധൂപ ആരതി നൽകി കുങ്കുമവും ചന്ദനവും തൊട്ടു. എല്ലാം കഴിഞ്ഞ് അമ്മയ്ക്ക് ജലം വെച്ച് അഭിഷേകം ചെയ്തു. അപ്പോൾ അഭിഷേകം എല്ലാത്തിന് ശേഷം പിന്നെയും ധൂപ ആരതി നൽകി നെയ്ദീപം ഇപ്പോൾ തേൻ വെച്ച് നമ്മൾ അഭിഷേകം ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒറിജിനൽ തേനാണ്. ഇത് ഒറിജിനൽ തേന് വയനാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഈ തേനാണ് ഞാൻ അമ്മയ്ക്ക് അഭിഷേകത്തിനെടുക്കുന്നത്. ഇതും ധൂപ ആരതി നൽകി ചന്ദനവും കുങ്കുമവും പൊട്ടുവിട്ട് ഇതിന് ശേഷം ജലം വെച്ചെല്ലാം അഭിഷേകം ചെയ്ത് വൃത്തിയാക്കി അമ്മയെ പിന്നീട് അടുത്തൊരു തളികയിലേക്ക് മാറ്റും. പിന്നെ പുഷ്പം വെച്ച് അഭിഷേകം ചെയ്യും. നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്കും അഭിഷേകം ചെയ്യും. ഇന്ന് ഞാൻ നേദ്യം കൊടുത്തത് പൈനാപ്പിളാണ്. അമ്മയ്ക്ക് ഭയങ്കര, ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൈനാപ്പിളും ആണ് ഞാൻ കൊടുത്തത്. ഇനി വൈകുന്നേരം ധാര ചെയ്യുകയില്ല. അതായത് ഈ ജലവും പാലും തേനും വെച്ച് ചെയ്ത് അഭിഷേകം ചെയ്യില്ല. പക്ഷേ ബാക്കി പൂജകളെല്ലാം വൈകുന്നേരം റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നേദ്യം വേറെ എന്തെങ്കിലും വെക്കും. പുതിയ പൂക്കൾ അർപ്പിച്ച് നാമോച്ചാരണത്തോട് നാമമൊക്കെ ചൊല്ലി പൂജിക്കും. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ അഭിഷേകവും ചെറിയൊരു പൂജയുമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും അമ്മ ഓരോ അഭിഷേകത്തിന് ശേഷവും കുങ്കുമവും ചന്ദനവും തൊട്ട് ധൂപ ആരതി നൽകി ആണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അതിനുശേഷം അമ്മയെ ഒരുക്കി ലക്ഷ്മി ദേവിക്ക് പൂക്കളർപ്പിച്ച് മന്ത്രം ചൊല്ലി അമ്മയെ എല്ലാം വൃത്തിയായി ഒരുക്കി. അമ്മയ്ക്കും ചെറിയ വിഗ്രഹമായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ അത്ര ബുദ്ധിമുട്ട്. പൈനാപ്പിൾ നേദ്യമായി കൊടുത്തു. ലക്ഷ്മി വിളക്കിൽ നെയ്യ് ഒഴിച്ച് നെയ്ദീപം തെളിയിച്ച് ഇന്നത്തെ രാവിലത്തെ പൂജ അമ്മയുടേത് ചെയ്തു. അതാണിപ്പം നിങ്ങൾ കാണുന്നത്. ചെറിയ വിഗ്രഹമായതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റാത്തത്. ഇന്ന് മുല്ലപ്പൂ നമുക്ക് ലഭിച്ചില്ല. ലക്ഷ്മി വിളക്കിലാണ് നെയ്യ് ഒഴിച്ച് ദീപം തെളിയിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലും അമ്മയ്ക്ക് ധൂപം വെച്ചിട്ടുണ്ട്. കാര്യം മണമുള്ള നല്ല ഗന്ധം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ രാവിലത്തെ പൂജ ഇങ്ങനെ ചെയ്തു. വൈകുന്നേരത്തെ പൂജയുടെ വീഡിയോ വൈകിട്ടിടാം.